Hello guys, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നയസിനമൈഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ എന്താണ് നയസിനമൈഡ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആൻഡ് എൻ്റെ കുറച്ച് ഫേവററ്റ് ആയിട്ടുള്ള നയസിനമൈഡ് സീറംസും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നയസിനമൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് വിറ്റമിൻ B3. വിറ്റമിൻ B3 ആണ് നയസിനമൈഡ്. നയസിനമൈഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഏത് സ്കിൻ ടൈപ്പ് ആവട്ടെ, സെൻസിറ്റീവ് ആവട്ടെ, അല്ലെങ്കിൽ അക്നി പ്രോൺ ആവട്ടെ, ഓയിലി, ഡ്രൈ കോമ്പിനേഷൻ, എനി സ്കിൻ, ഏത് സ്കിൻ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ബാക്കിയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ജെന്റിൽ ആൻഡ് മൈൽഡർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് നയസിനമൈഡ് എന്ന് പറയുന്നത്. ഇനി നയസിനമൈഡിന്റെ ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിലത്തെ പോഴ്സ് ഇല്ലേ, ഈ പോഴ്സിനെ നന്നായി മിനിമൈസ് ചെയ്യാനായിട്ടും, അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലത്തെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും നന്നായിട്ട്. അതേപോലെ ഈ ഡൾ സ്കിൻ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണിനൊക്കെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ പിമ്പിൾ മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലെമിഷസ്, ഇതിനൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് നയസിനമൈഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് എല്ലാത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നയസിനമൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗോൾ എന്താണ്, നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ സിയുടെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് കുറെ കൂടെ ഹൈഡ്രേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലറോണിക് ആസിഡിന്റെ കൂടെ മിക്സ് ചെയ്യാം. അതല്ല നമുക്ക് ഇപ്പൊ ആക്നീസ് ഉണ്ട്, അതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ആന്റി ഏജിങ് ബെനിഫിറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റ്നോളിന്റെ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ ഏതിന്റെ കൂടെ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു ഹൈലൈറ്റ് കേട്ടോ. ആസ് ഐ സെഡ്, ഇതിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് ആൻഡ് ഇത് ഭയങ്കര മൈൽഡ് ആൻഡ് ജെന്റിൽ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ആക്റ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും, നമ്മുടെ സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് പതുക്കെ യൂസ് ചെയ്ത് ഗ്രാജുവലി അതിന്റെ ഫ്രീക്വൻസി കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അതായത് ഇപ്പോ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ അതിന്റെ ഒരു ഫ്രീക്വൻസി കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഓൾസോ എപ്പോഴും നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 5% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പ്ലം എന്ന് പറയുന്ന ബ്രാൻഡിലൊക്കെ 5% നയസിനമൈഡ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10% യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെ അഡ്വൈസ് ചെയ്യുള്ളൂ. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിറ്റമിൻ സി നിങ്ങൾക്കൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളത്. സോ വിറ്റമിൻ സി വർക്ക് ആവാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നയസിനമൈഡ് യൂസ് ചെയ്ത് നോക്കുക, നയസിനമൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുക. ബിക്കോസ് ഈ രണ്ടിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. സോ നിങ്ങൾക്ക് വിറ്റമിൻ സി വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നയസിനമൈഡ് ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-4 വർഷമായിട്ട് നയസിനമൈഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് സ്കിൻ കെയറിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവും ഈ നയസിനമൈഡ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് മേടിക്കുന്നത് 10%ന്റെ നയസിനമൈഡ് സിറം ആണ് ഫ്രം ഓർഡിനറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് കേട്ടോ. സോ അന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ 5%ന്റെ നയസിനമൈഡ് ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് അന്ന് ഓർഡിനറി എന്ന് പറയുന്ന ബ്രാൻഡാണ് കൂടുതലും ഇങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നത്. അവരുടെ ആ ഒരു ബ്രാൻഡാണ് കൂടുതലും അത്രയും ഹൈപ്പ് ആൻഡ് അത്രയും എന്താ പറയാ മാർക്കറ്റിൽ ഭയങ്കര ഒരു എവിടെ നോക്കിയാലും ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ഒക്കെ എല്ലാവരും ഈ ഒരു ഓർഡിനറിയുടെ നയസിനമൈഡ്, ഞാനൊക്കെ ആദ്യമായിട്ട് ആ ഒരു ബ്രാൻഡിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, സിറം ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ ഫസ്റ്റ് അറിയുന്നത് തന്നെ. സോ അതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ 10%ന്റെ ആണ് സ്റ്റാർട്ട് ചെയ്തത്.
ഈ പറഞ്ഞ പോലെ പക്ഷെ ഞാൻ അന്ന് ഡെയിലി യൂസ് ചെയ്യില്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം യൂസ് ചെയ്തു, പിന്നെ അടുത്ത ആഴ്ചയിൽ 3, അങ്ങനെ അങ്ങനെ ഞാൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോ എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ച് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യരുത് എന്നുള്ളത് കേട്ടോ. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നയസിനമൈഡ് സീറം കേട്ടോ. ബിക്കോസ് ആ സമയത്ത് ഞാൻ റോസിപ്പോയിലും പിന്നെ ഈ ഒരു നയസിനമൈഡ് സീറം ആണ് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന. പിന്നെ ലൈക്ക് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും. പക്ഷെ ലൈക്ക് സിറംസിൽ ഞാൻ ആകെ യൂസ് ചെയ്തിരുന്ന 2 സിറംസ് ഇത് രണ്ടുമാണ്. എന്റെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. എന്റെ പിമ്പിൾസിന് ഒരു പരിധി വരെ, ലൈക്ക് ഇപ്പൊ ആക്റ്റീവ് പിമ്പിൾസിനായാൽ പോലും പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്സിനെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സോ ഞാന് ഒരു അത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഓർഡിനറി തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ റീസെന്റ്ലി ഞാൻ പ്ലമ്മിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ പ്ലമ്മിനും നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓർഡിനറി ഇപ്പൊ റീസെന്റ് ആണ് നമ്മുടെ നൈക്കിയിലൊക്കെ അവൈലബിൾ ആയത്. സോ അതിനു മുന്നേ ഞാൻ എൻ്റെ വാപ്പ ലൈക്ക് ഗൾഫിലായതുകൊണ്ട് വാപ്പാനെ കൊണ്ട് വരുമ്പോ കൊണ്ടുവരുത്തിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുമ്പോ കൊണ്ടുവരുത്തിക്കലായിരുന്നു ചെയ്തിരുന്നത്. സോ ഇപ്പൊ റീസെന്റ് ഞാൻ പ്ലമ്മിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. പ്ലം കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്, അതുകൊണ്ട് പ്ലമ്മിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. പ്ലമ്മിൻ്റെത് എനിക്ക് സോഫാർ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറെ കൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതിൽ റൈസ് വാട്ടറും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ രണ്ടിന്റെയും ഒരു ഫോർമുല ഒക്കെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. മറ്റത് ക്ലിയർ ആയിട്ടുള്ള ഫോർമുല ആണ് ആൻഡ് കുറച്ചും കൂടെ ഒരു ഇച്ചിരി സ്റ്റിക്കി ആണ്. പക്ഷെ പ്ലമ്മിൻ്റെതും കുറച്ച് സ്റ്റിക്കി ആണ്, പക്ഷെ എന്താ പറയാ, ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് അല്ല, ഒരു ഇച്ചിരി ഒരു ലോഷൻ പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷെ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലം ആണ് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലമ്മിൻ്റെത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 450 രൂപയാണ് കേട്ടോ പ്ലമ്മിൻ്റെത്. ആൻഡ് ഓർഡിനറിയുടേത് പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഞാന് ഒന്നല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ പ്രൈസ് കൊടുത്തേക്കാം കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സോ മഴയുടെ സൗണ്ട് എങ്ങാനും കേൾക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇത് രണ്ടുമാണ് എന്റെ റെക്കമെൻഡേഷൻസ്. സോ നിങ്ങൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലം നല്ലൊരു ഓപ്ഷൻ ആണ്. അതെല്ലാം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് വൺ. ഓർഡിനറി അടിപൊളിയാണ്. ഓർഡിനറിനെ കുറിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കുമല്ലോ. സോ നയസിനമൈഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ മിറാക്കിൾസ് ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആവില്ല. അതിന് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. വർക്ക്ഔട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, അതേപോലെ നല്ല ഡയറ്റ്, നല്ല ഫുഡ് എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. ലൈക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനിയിപ്പോ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ, നമ്മുടെ ബോഡിയൊക്കെ അത്രയും ക്ലിയർ ആവണം, അടിപൊളിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഡയറ്റ്, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ എക്സസൈസ്, നമ്മൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നടക്കുക, ജസ്റ്റ് വീട്ടിൽ നടക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുറത്തു പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീടിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് വർക്ക്ഔട്ട്സിന്റെ. സോ എത്ര മിനിറ്റ് ആണോ നിങ്ങൾക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം, അത്ര മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണു. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.